ഹായ് ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. നമുക്കിന്ന് 3 കാർഡുകൾ എടുത്തു നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജി, രണ്ടാമത്തേത് യൂണിവേഴ്സ് മെസ്സേജ്, മൂന്നാമത്തേത് നിങ്ങൾക്കുള്ള ഔട്ട്കം. ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് സമൃദ്ധിയുടെയും സ്ഥിരതയുടെയും കാർഡാണ്. അതായത് നിങ്ങൾ പ്രായോഗികമായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന് കാർഡ് പറയുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി അനുസരിച്ച് അത് കൂട്ടുക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തം എന്ന് കാർഡ് പറയുന്നു. രണ്ടാമതായി ലഭിച്ചിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാർഡ് പറയുന്നത് ശാന്തരായിരിക്കുക, ക്ഷമയോടെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ ആരോഗ്യം, ഇപ്പോഴുള്ള ആസ്തികൾ എല്ലാം ശ്രദ്ധയോടെ കൊണ്ടുപോവുക. ഇത് നിങ്ങൾക്ക് സമൃദ്ധിയുടെ കാലമാണ്. പുതിയ സമൃദ്ധി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാർഡ് പറയുന്നു. മൂന്നാമതായി നമുക്ക് കിട്ടുന്ന ഔട്ട്കം ചോദിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. ഈ കാർഡ് പഴയ ഒരു അധ്യായം അവസാനിച്ച് പുതിയ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി നിങ്ങളുടെ ആരോഗ്യം, മറ്റ് സ്വത്ത് വക കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും തുടങ്ങാം അല്ലെങ്കിൽ തുടങ്ങാനുള്ള സമയമായി എന്ന് കാർഡ് ഓർമ്മിപ്പിക്കുന്നതാണിത്. ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.